MP ഗോവിന്ദൻ്റെ പദയാത്രയിൽ ഒരു വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് പെൻഷൻ കിട്ടിയ പൈസയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ സാറിൻ്റെ കയ്യിൽ കൊടുക്കുന്നതും അത് തിരിച്ച് വൃദ്ധൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നതും അവരുടെ ജീവിതം രക്ഷിക്കുന്നത് ഈ പെൻഷൻ കൊണ്ടാണ് എന്ന് പറയിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇത് കണ്ടപ്പോഴേ ഞാൻ ചിന്തിച്ചതാണ്, പണ്ട് നമ്മളെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബീഡി തൊഴിലാളി അയാളുടെ സമ്പാദ്യം മുഴുവൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി കൊടുത്തതും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ വന്നിരുന്നിട്ട് പറയുന്നതും കരയുന്നതും നമ്മൾ കണ്ടതാണ്. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ വന്ന ആ വയോവൃദ്ധനും ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനത്തെ ഡ്രാമകൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പെൻഷൻ കൊടുക്കുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. എത്രയോ ജനങ്ങൾക്ക് കിട്ടുന്നു, നല്ല ജീവിതം നയിക്കുന്നു. അത് ജനങ്ങളിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞു. അതിൻ്റെ പരിണിതഫലം ഇടതുപക്ഷത്തിന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇങ്ങനത്തെ ഡ്രാമകൾ ചെയ്യുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാവുന്നില്ല. ആ പാപം പറയുന്ന വാക്കുകളൊന്ന് കേൾക്കും. അങ്ങനല്ലേ പറയുന്ന നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? കേട്ടോ? ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എത്തിയെത്തും, പിണറായിന്റെ എത്തിയെത്തും, വേറെ എല്ലാവരും എത്തിയെത്തും. പെൻഷൻ കിട്ടിയിട്ട് മുക്കരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ ഇന്ന് കളിക്കുന്നില്ലേ? അതേ മാതിരി ഞാൻ കയറിയിട്ട് കളിച്ച മുക്കരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കാൻ ഇന്നത്തെ എന്നെ തിരിച്ചു തരുകയും ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ കീസയിലിടിയെന്നും പറഞ്ഞു, കീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞു എന്റെ കീസയിലിട്ടെന്ന് ഞാൻ മനസ്സിലാർന്ന് കൊടുക്കാറില്ല. ജോലി കേട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പണിയാ, അത് ചെയ്യണ്ടായിരുന്നു. അതാ ചെയ്തതിനോട് എന്താ ദോഷം ഉണ്ടായത്? ചെയ്തതിനോട് ഇപ്പൊ എന്താ ദോഷം ഉണ്ടായത്? ചെയ്തിട്ട് ദോഷം ഉണ്ടായത് പല ആൾക്കാരും പലതും പറയാം. അത് തന്നെ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു.